ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇപ്പം ഇതിനു മുമ്പുള്ള വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഇറാൻ ചർച്ചയ്ക്ക് ഇസ്ലാമാബാദ് ചർച്ചയ്ക്ക് വരില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത് ചൈനയിൽ നിന്നും ഇറാനിലേക്ക് വന്ന ഒരു ഷിപ്പ്, ഇറാൻ ഫ്ലാഗുമായിട്ട് വന്ന ഒരു ഷിപ്പ്, മുന്നറിയിപ്പുകൾ പലതവണ കൊടുത്തിട്ടും അമേരിക്കയെ മറികടന്നുകൊണ്ട് ആ ഷിപ്പ് ഇറാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഇറാൻ്റെ 44 നോട്ടിക്കൽ മൈൽ അകലെ എത്തുന്ന ആ ഒരു ടൈമിൽ അമേരിക്ക കൃത്യമായിട്ട് അതിൻ്റെ സർവീസ് ചാമ്പറിലേക്ക് വെടിയുതിർക്കുകയും എന്നിട്ട് ആ ഷിപ്പിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നിലവിൽ ഇതാണ് സാഹചര്യം. ഇത് ഇന്നലെ രാത്രി ഞാൻ വാർത്ത പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വന്ന വാർത്തയാണിത്. അപ്പം ആ ടൈമിൽ ഈ കപ്പലിനെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ ഇറാൻ്റെ സൈഡിൽ നിന്നും പ്രസ്താവനകൾ ഉടനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ചർച്ചയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് അവർ ഇതിനെ കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്കുള്ള ബ്ലോക്കേഡ് അമേരിക്ക മാറ്റിയാൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ ഇപ്പം അമേരിക്ക ഇറാനിലേക്ക് വന്ന കപ്പലിനെ സീസ് ചെയ്ത് വെച്ചത് ഒരു കാരണമായിട്ട് കാണിച്ചുകൊണ്ട് അതിനെയാണ് ഇപ്പോൾ എംഫസൈസ് ചെയ്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനിലേക്ക് നിരവധി കപ്പലുകൾ അതിലേ വന്നിരുന്നു. നിരവധി കപ്പലുകളെ അമേരിക്ക ഇന്നലെ ഏതാണ്ട് ഒരു 16ഓളം കപ്പലുകൾ ഇന്നലെ തിരികെ അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ തിരികെ പോയി. ഈ കപ്പൽ മാത്രം അമേരിക്കയെ മറികടന്നുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിട്ട് അമേരിക്കയ്ക്ക് തോന്നിയതിനെ തുടർന്നാണ് അമേരിക്കൻ സേന ഇതിന് നേരെ വെടിയുതിർത്തത്. നമ്പർ 1 റീസൺ. രണ്ടാമത്, ഈ കപ്പലിൻ്റെ ചാർട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ഈ കപ്പലിൻ്റെ പേര് തൗസ്ക എന്നാണ്. ഈ തൗസ്ക ഷിപ്പ് ഏതാണ്ട് മാർച്ച് മാസം 28-ാം തീയതി ചൈനയുടെ പോർട്ടിൽ നിന്നും ഡിപ്പാർട്ട് ചെയ്തതാണ്. അതിൻ്റെ റൂട്ട് മാപ്പാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആ റൂട്ട് മാപ്പ് കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രൈറ്റ് ഓഫ് മലാക്ക കഴിഞ്ഞ് അതിങ്ങനെ തുടർന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് ട്രാവൽ ചെയ്ത് കൃത്യമായിട്ട് ഇറാൻ്റെ ചബാർ പോർട്ട് ലക്ഷ്യമാക്കിയാണ് അത് വന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ അമേരിക്ക ഈ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയ്ക്ക് അറിയണം ഈ ചൈനീസ് ഷിപ്പിലൂടെ ഇറാൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങൾ എന്താണ്. അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷിപ്പിൻ്റെ ഉള്ളിൽ അമേരിക്ക കയറി പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇറാനിന് 24 hours ടൈം ലൈൻ കൊടുത്തിരിക്കുകയാണ്. 24 മണിക്കൂറിനകത്ത് നിങ്ങൾ ഇസ്ലാമാബാദ് ടോക്കിലേക്ക് വീണ്ടും എത്തിച്ചേരണം. അവിടെ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഉപാധികൾക്ക് വഴങ്ങി അവിടെ വെച്ചിരിക്കുന്ന ഡീലിൽ ഒപ്പിടണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്നും. അടിച്ചു പൊട്ടിച്ച് തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അമേരിക്ക ഇന്നലെ തെരഞ്ഞു പിടിച്ച് 397 ഇറാനിയൻ റിലേറ്റഡ് കപ്പലുകൾക്ക് സാങ്ഷൻസ്, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻബൗണ്ട് ഔട്ട്ബൗണ്ടിൽ 236 കപ്പലുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഈ നടപടിയെ സീസ് ഫയർ വയലേഷൻ എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ ഇറാൻ വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ റിറ്റാലിയേറ്റ് ചെയ്യും. ഇറാൻ യുദ്ധത്തിന് തയ്യാറാണ് എന്നും കൂടിയുള്ള പ്രഖ്യാപനം ഇറാൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം അതുപോലെ ഇന്നലെ പാകിസ്ഥാൻ്റെ 3 ഷിപ്പുകൾ കൂടി തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മീഡിയേഷൻ അതൊക്കെ ശരിയാണ്, നിങ്ങൾ മിഡിൽ പേഴ്സൺ ആണ്, ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കപ്പൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ കടത്തിവിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇറാൻ്റെ തീരുമാനം. 3 കപ്പലുകൾ ഇന്നലെ ഇറാൻ തടഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ്റെത്. അമേരിക്ക തുടർച്ചയായിട്ട് ഇറാനിയൻ കപ്പലുകളെ, ഇറാൻ്റെ എണ്ണക്കപ്പലുകളായിക്കോട്ടെ, ഇറാൻ്റെ കമേഴ്ഷ്യൽ ഷിപ്പുകളായിക്കോട്ടെ, സിവിലിയൻ ഷിപ്പുകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് തടഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങൾ ബാബൽ മന്ദീബ്, സൂയസ് കനാൽ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് ഇറാൻ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് UAE ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട് അമേരിക്കയുടെ അടുത്ത്. ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണം. കാരണം നിങ്ങൾ രണ്ടാമത് യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായത് UAEക്കാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ വലിയ നഷ്ടമാണ്. അതിലുപരി തന്നെ ബിസിനസ് സൈഡിൽ ഒരുപാട് നഷ്ടമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ വളരെയധികം നഷ്ടമുണ്ട്. അപ്പം ഇതിൻ്റെ നഷ്ടങ്ങളും കൂടി നിങ്ങൾ നികത്തണം. അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ കഴിയണം അമേരിക്കയ്ക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ് എടുത്ത് മാറ്റിക്കോ, താൽക്കാലികമെങ്കിൽ താൽക്കാലികം എടുത്ത് മാറ്റിക്കോ എന്നുള്ളൊരു ശക്തമായ നിലപാട് UAE എടുത്തിട്ടുണ്ട്. ഇനി ഈ UAEയുടെ ഡോളർ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് UAEക്ക് എഗ്രിമെൻ്റ് ഉണ്ട്, അതായത് ലിമിറ്റ് ഉണ്ട്. അതായത് UAE അമേരിക്കയ്ക്ക് ഒരു പ്രോമിസ് കൊടുത്തിരിക്കുകയാണ്, ഞങ്ങൾ ഡോളർ ഇത്രമാത്രമാണ് ഞങ്ങളുടെ ചിലവാക്കുന്നതിൻ്റെ ലിമിറ്റ്. അപ്പോൾ അതിനനുസരിച്ചാണ് UAEയിലെ ഡോളർ കറൻസി മൂല്യം ഇന്ത്യയിലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഡോളർ മൂല്യം കയറി ഇറങ്ങുന്നത് പോലെ ഫ്ലക്ച്വേറ്റ് ആകാറില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ UAEക്കും അമേരിക്കയ്ക്കും ഒരു കരാറുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ UAEക്ക് നിശ്ചിത ലിമിറ്റഡ് എമൗണ്ട്, അതായത് ഇത്ര എമൗണ്ട് വരെ ഡോളർ ഞങ്ങൾ ചിലവാക്കുകയുള്ളൂ എന്നുള്ളൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത്
അമേരിക്കയെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അമേരിക്കയുടെ ട്രഷറിയിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് UAE-യുടെ ഡോളർ വിനിമയ നിരക്കിൽ മാറ്റം വരാത്തത്. മനസ്സിലായോ? ഫിക്സഡ് റേറ്റ് ആണ്, മറ്റേതുപോലെ ഫ്ലക്ച്വേറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഫ്ലോട്ടിംഗ് പ്രൈസ് ആണ്, അതിനനുസരിച്ച് അത് കയറി ഇറങ്ങി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഡോളർ എക്സ്പെൻഡിച്ചറിൻ്റെ ആ ഒരു കപ്പാസിറ്റി അത് വർദ്ധിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റ് UAE അമേരിക്ക എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം നൗഡേയ്സ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ചെലവ് കൂടുന്നുണ്ട്. വരുന്ന ചെലവ് കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ ഡോളർ എക്സ്പെൻഡിച്ചറിൻ്റെ ലിമിറ്റ് കൂട്ടണം എന്നുള്ള റിക്വസ്റ്റ് അമേരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അമേരിക്ക അതിനനുസരിച്ച് US-ന്റെ ട്രഷറിയിൽ നിന്നും 1 ട്രില്യൺ നിങ്ങൾക്ക് അധികം ചെലവാക്കാനുള്ള പെർമിഷൻ പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമേരിക്ക UAE-ക്ക് അവർ പെർമിഷൻ പാസ്സാക്കി കൊടുത്തിരിക്കുകയാണ്. 1 ട്രില്യൺ അധികം ചെലവാക്കാൻ പറ്റും. അതാണ് നിലവിൽ അമേരിക്ക UAE-ക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു ഇളവ്. പക്ഷേ ഇത് കറൻസി എക്സ്ചേഞ്ചിൽ വേരിയേഷൻ ഉണ്ടാക്കുമോ എന്നുള്ള വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. ആ ക്ലാരിറ്റിയും കൂടെ വന്നാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് UAE-ക്ക് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷത്തിൽ അവർക്കിപ്പം ചെലവാക്കാം, അതിനുള്ള ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അൽ ജസീറ ഒരു വാർത്ത പുറത്തുവിടുന്നുണ്ട്. അതായത് അമേരിക്ക അത്ര എഫക്റ്റീവായിട്ട് ഇറാനിയൻ ഷിപ്പുകളെ തടയുന്നില്ല എന്നുള്ളൊരു ക്ലെയിമാണ് അൽ ജസീറ മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്നത് അമേരിക്ക അവിടെ ബ്ലോക്കേഡൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇറാന്റെ നിരവധി ഷിപ്പുകൾക്ക് പെർമിഷനും കൂടി കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി അൽ ജസീറ നൈസിന് ഇടയിൽ കൂടെ അടിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അമേരിക്ക ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇറാനിയൻ ഷിപ്പുകളെ ഒരിക്കലും കടത്തിവിട്ടിട്ടില്ല, ഞങ്ങൾ അതിനെ തടയുകയാണ് ചെയ്യുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് എനി കൺട്രി, ഒരു ഫേവറിസവും ഇല്ലാതെ ഞങ്ങൾ തടയുകയാണ്. അതിലൂടെ കടന്നു പോകുന്ന ഷിപ്പുകൾ മറ്റു രാജ്യങ്ങളുടെ ഷിപ്പുകളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പം മറ്റു രാജ്യങ്ങളുടെ പേരിൽ ഇറാൻ ഷിപ്മെന്റ് നടത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ വാർത്തയും കൂടി വ്യക്തമായിട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഈ വാർത്ത പബ്ലിഷ് ചെയ്ത അൽ ജസീറ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വിടേണ്ടതാണ്. ഏതൊക്കെ ഷിപ്പുകൾ, ഏതൊക്കെ ടൈം, ഏതൊക്കെ സൈഡിൽ കൂടെ ഇറാൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി എന്നുള്ള ഡീറ്റെയിൽസ് അൽ ജസീറ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് വേഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ കൂടുതൽ അങ്ങോട്ട് മുഖവിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഇറാന് അമേരിക്കയുടെ ബ്ലോക്കേഡ് കൊണ്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആ പ്രയാസം അവർ പല രീതിയിലും പുറത്ത് കാണിക്കുന്നുണ്ട്, അത് വളരെ വ്യക്തമാണ്. ഇറാന്റെ ഫോറിൻ മിനിസ്ട്രി അബ്ബാസ് അർഗ്ചി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ഇസ്മായിൽ ബാഗേരി ആയിക്കോട്ടെ, രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നെഗോസിയേഷനിൽ വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൊമെന്റ് വരെ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരു ദിവസം കൂടിയാണ് ടൈം ഉള്ളത്, 21, അതാണ് ലാസ്റ്റ് ഡേ. അതായത് ട്രംപ് പറഞ്ഞ ആ എക്സ്റ്റൻഡഡ് 24 hours, അതാണ് ഇപ്പം ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡെഡ് ലൈൻ. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഭയങ്കര കോൺഫിഡൻസിലാണ്. അതായത് ഇറാൻ വരും, ഇറാന്റെ പ്രതിനിധികൾ വരും, അവർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ മസൂദ് പെസസ്കിയാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഫുൾ കോൺഫിഡൻസ് ആണ്, ഇറാൻ വരും എന്നുള്ള ഉറപ്പ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫാണ് പറയുന്നത്. ഇനി ഇറാൻ പാകിസ്ഥാനെ തേക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇപ്പം നിലവിൽ ഇതാണ് സാഹചര്യം. തസ്നീം ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറാന്റെ ഒഫീഷ്യൽ ന്യൂസ്, അവർ പറയുന്നത് ഞങ്ങൾ ടെറർ റെജീം, അവർ അമേരിക്കയാണ് പറയുന്നത്, അമേരിക്കയുമായിട്ടുള്ള, അതായത് ഭീകരവാദികളായിട്ടുള്ള അമേരിക്കയുമായിട്ട് യാതൊരു തരത്തിലുള്ള നെഗോസിയേഷനും ഇല്ല എന്നുള്ള പ്രസ്താവനകൾ തുടരെ ഇങ്ങനെ ട്വിറ്ററിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തസ്നീം ന്യൂസൊക്കെ IRGCയുടെ മുഖപത്രമാണ്. ഇറാന്റെ VP വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റൈസ, ഈ മുഹമ്മദ് റൈസ ഈ പുതിയ അവതാരമാണിത്. പുതുതായിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസങ്ങളായിട്ട് പുള്ളിക്കാരൻ്റെ പ്രസ്താവനകൾ തുടരെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പടലപ്പിണക്കങ്ങളുണ്ടല്ലോ, പൊളിറ്റിക്കൽ റൈവൽറി ഇറാൻ്റെ ഉള്ളിൽ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ആൾക്കാർ കളത്തിൽ ഞാനുമുണ്ട്, എനിക്കും എന്തെങ്കിലുമൊക്കെ പൊസിഷൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഇപ്പോൾ പ്രസ്താവനകളുമായിട്ട് പുറത്തു വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് മുഹമ്മദ് റൈസ, വൈസ് പ്രസിഡന്റ്. മസൂദ് പെസസ്കിയാന് തന്നെ വോയിസ് ഇല്ല, പിന്നെയാണ് വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഈ മുഹമ്മദ് റൈസ പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ടോൾ പിരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ്. പുള്ളിക്കാരൻ വളരെ ശക്തമായ നിലപാടാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും, അതായത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ പൈസ പിരിക്കുന്നില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ത്രൂ ടെലിഫോൺ കോൾ, അല്ലെങ്കിൽ ത്രൂ ബാക്ക് ചാനൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പ്, ഫോറിൻ മിനിസ്ട്രി കമ്മ്യൂണിക്കേഷൻ ചാനൽ, ഇത്തരത്തിൽ പൈസയുടെ ഡീലിങ്സ് ഉറപ്പിച്ചിട്ട് വേണം കപ്പലുകളെ കടത്തിവിടാൻ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കടന്ന് ചിന്തിക്കുകയാണ്. കാരണം ഈ ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കപ്പലുകളെല്ലാം തന്നെ പ്രൈവറ്റ് കമ്പനികൾ ഓൺ ചെയ്യുന്ന കപ്പലുകളാണ്. ഈ കമ്പനി എവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നോ അതാണ് രാജ്യത്തിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് എന്നുള്ളത്. പിന്നെ ഏത് രാജ്യത്തിന് വേണ്ടിയിട്ട് ചരക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ ഗവൺമെൻറ് ഈ ചരക്കുമായിട്ട് ബന്ധപ്പെട്ട നീക്കുപോക്കുകളിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടപെടാൻ സാധിക്കും. കാരണം രാജ്യത്തിൻ്റെ ഇപ്പം ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പബ്ലിക് സെക്ടറിൽ വളരെയധികം ആവശ്യമുള്ള ഒരു ഘടകമാണ്. കാരണം ആ രാജ്യത്തിൻ്റെ ബിസിനസ് ചലിക്കണം, കമോഡിറ്റി നടക്കണം, ടോപ്പ് ടു ബോട്ടം ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പറായിട്ട് നടക്കണം.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ് ഇടപെടും. പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ഓർഡർ ചെയ്തിരിക്കുന്ന ഓർഡറിൽ കയറിയിട്ട് ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയുകയില്ല. പിന്നെ ഈ ഇറാനെ പോലത്തെ ഇങ്ങനത്തെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൊക്കെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ചെക്ക് പോയിന്റുകൾ കൊണ്ടുവരുമ്പോൾ ഗവൺമെൻറ്റിന് ഇടപെട്ടേ പറ്റൂ. അപ്പോൾ അതാണ് മാർഗം. അപ്പോൾ ഒരു ഫോഴ്സ്ഫുള്ളി മറ്റുള്ള രാജ്യങ്ങളെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന നിയമമാണ് ഈ VP മുഹമ്മദ് റൈസ, ഇറാന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റൈസ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ബില്ല് വൈകാതെ പാർലമെന്റിൽ പാസ്സാക്കുമെന്നാണ് പറയുന്നത്. ഇതിനെ തുടർന്ന് ഇറാന്റെ ഉള്ളിലും പ്രോ ഗവൺമെന്റ് റാലികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് IRGCയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റാലികൾ. നിരവധി സ്ത്രീകൾ അപായമൊക്കെ ധരിച്ചുകൊണ്ടുള്ള നിരവധി സ്ത്രീകൾ IRGCയുടെ ഫോർമാലിറ്റി അനുസരിച്ചുള്ള പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ, പ്ലഗാർഡുകൾ, IRGCക്ക് സോളിഡാരിറ്റി പറഞ്ഞുകൊണ്ടുള്ള റാലികളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. തകൃതിയായിട്ട് അതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അതായത് IRGC ഇപ്പോഴും വളരെ സ്ട്രോങ് ആണെന്ന് ധരിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രകടനങ്ങൾ. ഇതെല്ലാം തന്നെ IRGCയുടെ സ്പോൺസേഡ് പരിപാടികളാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രത്യേക വിഷയം, അതായത് പാകിസ്ഥാന്റെ വാർഷിപ്പ്, ഒരു സ്ട്രൈക്കർ വാർഷിപ്പ് ഒമാന്റെ തീരത്ത് അടുത്തതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഇവർ എന്തിനാണ് ഒമാന്റെ തീരത്ത് പോയത്? കാരണം ഒരു സൈഡിൽ ഇവർ ഇറാനുമായിട്ട് മീഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം 3 പാകിസ്ഥാൻ ഷിപ്പുകൾക്ക് തടസ്സം പറഞ്ഞ് ഇറാൻ അതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഒമാനിലേക്ക് വന്ന ഡിസ്ട്രോയർ ഷിപ്പ് ഇറാനെതിരെ നിലപാടെടുത്തുകൊണ്ട് വന്നതാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ നെഗോസിയേഷന് മീഡിയേറ്ററായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ പാകിസ്ഥാന്റെ ഷിപ്പിനെ തന്നെ തടഞ്ഞു വെക്കുമ്പോൾ എതിരെ നിലപാടെടുത്തുകൊണ്ടാണോ ഈ സ്ട്രൈക്കർ വാർഷിപ്പിനെ ഒമാന്റെ തീരത്ത് അടുപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ക്ലാരിഫിക്കേഷൻ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും വരേണ്ടതുണ്ട്. രഹസ്യമായിട്ട് ചെയ്തതാണെങ്കിലും അത് പരസ്യമായിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ സെപ്പ നേവി ഇന്നലെ ഫ്രാൻസിന്റെ ഒരു ഷിപ്പിന് നേരെ വെടിയുതിർത്തിട്ടുണ്ട്. അത് ഷിപ്പിൽ കൊണ്ടില്ല എന്നാണ് പറയുന്നത്. ഷിപ്പിന്റെ പുറത്തേക്കാണ് എയിം ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ വിഷയത്തിന്, അതായത് ഇന്ത്യയുടെ 2 ഷിപ്പുകൾ, അതുപോലെ തന്നെ ഫ്രാൻസിന്റെ ഒരു ഷിപ്പ്, തുടരെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ ഡെയിലി ഒരു ആക്രമണം എന്നുള്ള നിലയിൽ കരുതിക്കൂട്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ തുടർന്നാണ് അമേരിക്ക ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇറാന് കൊടുത്തിരിക്കുന്നത്. ലെബനനിൽ യുനിഫിൽ എന്ന് പറഞ്ഞ ആ ഒരു UN സംഘടനയുണ്ടല്ലോ, ആ UN സംഘടനയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഫ്രാൻസ് സോൾജർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാണോ എന്ന് ഇതുവരെ ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം 2 കൂട്ടരും ക്ലെയിം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ യുനിഫിലിന് നേരെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് സോൾജർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുനിഫിലിൻ്റെ ആർമിയാണത്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ജീവഹാനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെയ്യുന്ന സർവീസ് ആർമിയാണ്. അപ്പോൾ അവിടെ ഫ്രാൻസിന് കൂടുതൽ അതിനകത്ത് ഒന്നും തന്നെ ക്ലെയിം ചെയ്യാനില്ല. ഇത്തരത്തിലുള്ള കൺസെൻറ്റുകളൊക്കെ ഒപ്പിട്ടിട്ടാണ് അവരവരുടെ രാജ്യത്തിൻ്റെ ആർമിയെ യുനിഫിലിന് വേണ്ടിയിട്ട് അയച്ചു വെക്കുന്നത്. പക്ഷേ യൂറോപ്യൻ മാധ്യമങ്ങൾ ഈ വിഷയത്തിനെ ഒന്ന് പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഇസ്രായേൽ ആയിരിക്കും യുനിഫിലിന് നേരെ അറ്റാക്ക് നടത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അതുകൊണ്ട് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ലെബനനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ മാക്രോണെ ഉൾപ്പെടുത്തണം എന്നാണ് മാക്രോണിൻ്റെ ഇപ്പോഴത്തെ റിക്വസ്റ്റ്. ഇതിനു മുമ്പ് അമേരിക്ക, ഇസ്രായേൽ, ലെബനൻ നടത്തിയ ചർച്ചയിൽ ഫ്രാൻസിനെ ഉൾപ്പെടുത്തിയില്ലായിരുന്നു. ഫ്രാൻസിനെ മാറ്റി നിർത്തിയിട്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോയത്. ആ ഒരു വിഷയം ഇപ്പം എംഫസൈസ് ചെയ്ത് കാണിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. യൂറോപ്പ് പ്ലസ് 40 രാജ്യങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഓപ്പൺ ചെയ്യാൻ വരുന്നു എന്നെടുത്ത തീരുമാനത്തിനെ കുറിച്ച് ഇപ്പം ഖമ എന്ന് പറഞ്ഞൊരു അക്ഷരം മിണ്ടുന്നില്ല. ജസ്റ്റ് മൗത്ത് സിബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അനക്കവുമില്ല. അപ്പം ഇനിയിപ്പം ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ഈ ഇസ്മായിൽ ഖാനി ഇന്നലെ ബാഗ്ദാദിൽ ഇറാഖിൽ പോയിട്ട് ചർച്ച നടത്തിയല്ലോ ഇസ്മായിൽ ഖാനി. അപ്പോൾ ഇസ്മായിൽ ഖാനി കാത്തിബ് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ സംഘടനയുടെ നേതാവിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാത്തിബ് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ നേതാവിന് $10 മില്യൺ ബൗണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇയാളുടെ തലയ്ക്ക് അമേരിക്ക. ആ വ്യക്തിയാണ് ഇസ്മായിൽ ഖാനി ബാഗ്ദാദിൽ വെച്ച് മീറ്റ് ചെയ്തത്. എന്നിട്ട് ഇവർ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ആ സംഘടന എന്ന് പറഞ്ഞാൽ പുതിയ ഗ്രൂപ്പ്, ഇറാഖിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഫോഴ്സ്, ഇറാഖിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ISIS മിലീഷ്യ ഗ്രൂപ്പുകൾ, അതേപോലെ തന്നെ ഇറാനെ അനുകൂലിക്കുന്ന 64 മിലീഷ്യ ഗ്രൂപ്പുകൾ, അതിനോടൊപ്പം ലെബനനുമായിട്ട് ബന്ധപ്പെട്ട് കാത്തിബ് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി, ഇത്രയും ആൾക്കാരെ ഒരുമിപ്പിച്ചുകൊണ്ട് ലെബനന് വേണ്ടിയിട്ട് കൃത്യമായി രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ട് പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ ഇസ്മായിൽ ഖാനി ഖുദ്സ് ഫോഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. ഖുദ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജെറുസലേമിന് വേണ്ടിയിട്ട് പടപൊരുതുന്ന ആൾക്കാരുടെ നേതാവാണ് ഇസ്മായിൽ ഖാനി. അപ്പോൾ അയാൾ കൃത്യമായിട്ട് ഈ ലെബനനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹെസ്ബുള്ളയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടീമിനെ ഇറക്കുകയാണ്. ഹെസ്ബുള്ള എങ്ങനെയാണ് പ്രൊപ്പഗൻഡ വീഡിയോ ചിത്രീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജ്, അതായത് ഹെസ്ബുള്ള ചിത്രീകരിക്കുന്നത് മറ്റൊരു വ്യക്തി ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫുട്ടേജാണ് കൃത്യമായിട്ട് IDF പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഒന്നെങ്കിൽ അവരുടെ മൊബൈൽ ഹാക്ക് ചെയ്ത് മൊസാദ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതാവാം, അല്ലാന്നുണ്ടെങ്കിൽ മൊസാദിൻ്റെ ഏജൻറ്റുകളെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്തതാവാം.
എന്നാലും ഹിസ്ബുള്ള ചെറിയ കുട്ടികൾ, അതായത് ഈ 10-16 വയസ്സ് പോലും ആവാത്ത പയ്യന്മാരെ വിളിച്ചുകൊണ്ട് പോയി ഇരുത്തി അവർക്ക് ഹിസ്ബുള്ളയുടെ യൂണിഫോം ധരിപ്പിച്ച് അവർ വലിയ ചെയർപേഴ്സണായിട്ട് ഇരിക്കുന്നത് പോലെയുള്ള വീഡിയോകളാണ് ചിത്രീകരിക്കുന്നത്. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ഹിസ്ബുള്ള വളരെ മെച്ചൂർഡായിട്ടുള്ള പൊസിഷനിൽ എത്തി നിൽക്കുന്നു. അപ്പം അത്രമാത്രം ദീൻ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സംഘടന വളരെ ശക്തിയായിട്ടുള്ള സംഘടനയാണ്. ഗ്രാസ് റൂട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ ചെറിയ പ്രായം മുതലേ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾക്കോ ഞങ്ങൾ വഴങ്ങില്ല. ഞങ്ങൾ വളരെ ശക്തിയായിട്ടുള്ള സംഘടനയാണ് എന്നുള്ള തരത്തിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രൊപ്പഗൻഡ വീഡിയോ അവർ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. അല്ലാതെ ആക്ച്വലി അവരങ്ങനെയല്ല. ആക്ച്വലി അഡൽട്ട് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ കുട്ടികളെ ഫീൽഡിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരെ വിക്ടിമൈസ് ചെയ്യാനും അവരെ മറയാക്കി ഉപയോഗിക്കാനും സിവിലിയൻ ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ അത് ഉപകാരപ്പെടുള്ളൂ. ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊപ്പഗൻഡ വീഡിയോ ചിത്രീകരിച്ച് പുറത്തിറക്കുകയാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പണി. അതാണ് IDF റിവീൽ ചെയ്യാൻ ശ്രമിച്ചത്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മാപ്പിൻ്റെ മറ്റൊരു രൂപമാണിത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ലെബനാൻ എന്ന് പറഞ്ഞ ലാൻഡിൽ മാത്രമല്ല, ഈ മെഡിറ്ററേനിയൻ സീയിലും ഈ ഇത്ര പോർഷനിൽ ഈ ലൈൻ കാണിച്ചിരിക്കുന്ന ഈ പോർഷനിൽ കടന്നു വരാൻ പാടില്ല. ആര് ലെബനാൻ്റെ സൈഡിൽ നിന്ന് മെഡിറ്ററേനിയൻ സീയിലൂടെ ഇസ്രായേലിൻ്റെ സീ ഏരിയയിലേക്ക് കടന്നു വരാൻ പാടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അമേരിക്കയിൽ ഷമീം മാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലേഡി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇറാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സുഡാൻ, സൊമാലിയ പോലത്തെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇറാൻ്റെ ഡ്രോൺ സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ ലേഡി. അപ്പം അങ്ങനത്തെ ഒരു ലേഡിയാണ് ഇപ്പോൾ ആ ഒരു ലേഡിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോസ് ഏഞ്ചലസിൽ നിന്നാണ് ഈ ലേഡിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അമേരിക്കയുടെ ഉള്ളിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്ന ബിസിനസ്സുകാരെ മൊത്തം തെരഞ്ഞു പിടിച്ച് അവരെ ഡീപ്പ് സ്റ്റഡി നടത്തി അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവരുടെ കച്ചവടത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള, അതായത് ഇറാനുമായിട്ട് ലിങ്കുള്ള ആൾക്കാർ, ഇറാൻ ഒറിജിനുള്ള ആൾക്കാർ, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാർ, ഇവരെയൊക്കെ തന്നെ ഇപ്പം ഫുൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഡീപ്പായിട്ട് പരിശോധിക്കാൻ പോവാണ്. കാരണം ഈ ലേഡി നടത്തിയ വെപ്പൺ ട്രേഡിങ്. ഇനി റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു അപ്ഡേറ്റ്. അപ്പം അതിനകത്ത് ഇന്നും ഉക്രൈൻ റഷ്യക്കുള്ളിൽ 4 ഓയിൽ റിഫൈനറികൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. 4 എണ്ണം. എന്നിട്ട് ഉക്രൈനിൽ നിന്നും ഒഫീഷ്യലായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പും യുക്രൈനും കൂടി ചേർന്നിട്ട് ഓൺ ഡിഫൻസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. ഉക്രൈൻ്റെ ഓൾറെഡി തന്നെ പരീക്ഷണം നടത്തിയ റോബോട്ടിക് മെക്കാനിസം, ആ രീതിയിൽ ഫ്രണ്ട് ലൈനിൽ 100 കിലോമീറ്ററിലേക്ക് സോൾജേഴ്സിനെ അവർ വിന്യസിക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലോലി ആ ഏരിയയിൽ മൊത്തം, ഫ്രണ്ട് ലൈനിൽ മൊത്തം റോബോട്ടിക് സോൾജേഴ്സിനെ വിന്യസിക്കാൻ പോവാണ് എന്നാണ് ഇപ്പം സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹ്യൂജ് ലെവലിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രോൺ പ്ലസ് ഈ റോബോട്ട് കോമ്പിനേഷൻ, ഇതാണ് ഉക്രൈൻ ഫ്രണ്ട് ലൈനിൽ സെറ്റപ്പ് ചെയ്യാൻ പോകുന്ന ബറ്റാലിയൻ ടീം. പറഞ്ഞാൽ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഡിസിഷൻ. അതാണ് സെലൻസ്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞൊരു 20 days ആയിട്ട് ഉക്രൈൻ വല്ലാത്ത രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യ പതിയിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് അവർ ആക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. റഷ്യയും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം വ്യത്യസ്ത തരത്തിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഉക്രൈൻ്റെ സൈഡിൽ നിന്നും എണ്ണപ്പാടങ്ങളെ കാത്ത് സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു റഷ്യയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എണ്ണപ്പാടങ്ങളുടെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 55% റഷ്യയുടെ ഇന്റർണൽ ഓയിൽ പ്രൊഡക്ഷൻ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഉക്രൈൻ്റെ ആക്രമണം കൊണ്ട്. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉക്രൈനിൽ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അറ്റാക്ക് തുടരും, അവരുടെ 80% എണ്ണപ്പാടങ്ങളും ആക്രമിക്കുക എന്നുള്ളതാണ് ഉക്രൈൻ്റെ എയിം എന്നാണ് സെലൻസ്കി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിക്കും ഇപ്പം റഷ്യ ഉക്രൈൻ യുദ്ധം കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. കാരണം ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് ശക്തമായിട്ടുള്ള റിറ്റാലിയേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.